നേരത്തെ പറഞ്ഞ പോലെ ആ 2 വർഷം എനിക്കുണ്ടായ എക്സൈറ്റ്മെന്റ് ഒരു സമയത്ത് പോയിട്ടുണ്ട്. ഒരു സീൻ കിട്ടുമ്പോൾ, ഒരു ഡയലോഗ് കിട്ടുമ്പോൾ, ഒരു ക്ലോസ് കിട്ടുമ്പോൾ ആ എക്സൈറ്റ്മെന്റ് പോയിട്ടുണ്ട്. അതെനിക്ക് തിരിച്ചു വന്നു. അതെനിക്ക് കിങ്ഡത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ക്ലോസ് കിട്ടുമ്പോൾ പോലും ഐ വാസ് വെരി എക്സൈറ്റഡ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഓരോ ഡയലോഗ് കിട്ടുമ്പോൾ, ഓരോ സീൻ കിട്ടുമ്പോൾ സൂപ്പറാ. കാരണം ഇപ്പൊ കിങ്ഡം പടത്തിൽ ഇന്റർമിഷൻ കഴിഞ്ഞ ഉടനെ ഒരു സീനുണ്ട് ബാബുരാജ് ചേട്ടനുമായിട്ട്. പുള്ളി എൻ്റെ അടുത്ത് ഒരു പരിപാടി പറയുന്നത് അത് റീഷൂട്ട് ചെയ്ത സീനാ. ആ സീൻ വീണ്ടും എടുത്തതാ അച്ഛൻ്റെ അടുത്തുള്ള പരിപാടി ഒന്നും കൂടെ കാണിക്കാൻ വേണ്ടി. ആ സീൻ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. എനിക്ക് എക്സ്ട്രാ ഒരു സീനും കൂടെ കിട്ടുകയാണ്. അപ്പൊ ആ സാധനം എനിക്ക് തിരിച്ച് ആ എക്സൈറ്റ്മെന്റ് വന്നു. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പി. എനിക്ക് ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും എക്സൈറ്റ്മെന്റ് കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതേ സമയം എന്തെങ്കിലും മോശമായിട്ട് വരുമ്പോഴത്തേക്ക് ശരി നമുക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്റ്റേജ് ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. എന്ത് വിഷമം വന്നാലും ശരി, ഓക്കെ, വീട്ടുകാർ ഹാപ്പിയാണ്, എനിക്ക് സാമ്പത്തികമായിട്ട് എനിക്ക് കുറച്ച് പൈസ കിട്ടുന്നുണ്ട്, എൻ്റെ ആഗ്രഹങ്ങൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്ത് നെഗറ്റീവായിട്ടുള്ള കാര്യം വന്നാലും നമ്മൾ ആലോചിക്കുമല്ലോ. എടാ ഇത് ആലോചിക്കുക, ഇങ്ങനെ ആലോചിക്കുന്നു സ്വയം പറഞ്ഞ് ഞാൻ തന്നെയാണ് എൻ്റെ കൗൺസിലിങ്ങും എൻ്റെ തെറാപ്പിയും ഇതും പരിപാടിയും എല്ലാം. സ്വയം ഭയങ്കര ഇഷ്ടമാണല്ലേ? ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്നെ. ഒരു പോയിന്റിൽ എനിക്ക് ഒരു സമയത്ത് എൻ്റെ ശബ്ദം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ ബേസ് വോയിസ് വേണം. അപ്പം ഞാൻ ഡബ് ചെയ്യുമ്പോൾ പോലും എവിടെയാ പോകുന്നത്. അപ്പം ഇങ്ങനത്തെ ഇതൊക്കെ എന്നെ ബാധിച്ചിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സിങ്ങും എല്ലാം എന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ആരടാ എന്നെ ഇഷ്ടപ്പെടുന്നത്? എനിക്ക് ഫസ്റ്റ് എന്നെയല്ലേ ഞാൻ ഇഷ്ടപ്പെടേണ്ടത്. അത് ഞാൻ റിയലൈസ് ചെയ്തു. അപ്പം അതിനുശേഷം ഞാൻ ഇനി ലുങ്കിയിട്ട് പുറത്തിറങ്ങിയാൽ എൻ്റെ ഡ്രസ്സിൽ ഞാൻ ഹാപ്പിയാ. ഞാൻ അതിട്ടിറങ്ങിയാലും ഞാൻ ഹാപ്പിയാ. എനിക്കൊരു അതൊന്നുമില്ല, ഞാൻ ഹാപ്പിയാ. എൻ്റെ ഉള്ളിൽ ഞാൻ അത്രയും കോൺഫിഡൻ്റ്. എനിക്ക് എന്ത് ഡ്രസ്സ് തന്നാലും ഞാൻ കോൺഫിഡൻ്റാ. കാരണം ഡ്രസ്സിലൊന്നുമില്ല, നമ്മുടെ കോൺഫിഡൻസിലാണ് അൾട്ടിമേറ്റ് തിങ്. അതില്ലാതെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മളിങ്ങനെ നിന്നോണ്ടിരുന്ന ക്യാമറ അത് കണ്ടുപിടിക്കും. പിന്നെ നമ്മളൊരു സീൻ ചെയ്യാണ്, നമുക്കൊരു ഐഡിയ ഇല്ല, നമ്മൾ ചെയ്താൽ കണ്ടുപിടിക്കും. ഉറപ്പായിട്ട് ആൾക്കാർ ഇവ എന്തോ ഒപ്പിക്കുകയാണ് എന്നുള്ള സാധനം മനസ്സിലാവും. നമ്മൾ എത്രത്തോളം റിയലായിട്ട് ജെന്യുവനായിട്ട് നിൽക്കുകയാണോ അത്രയും നല്ലതാ. ഫഹദ്ക്ക ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കേസാ, ക്യാമറയുടെ മുമ്പിൽ ജെന്യുവനായിട്ട് നിൽക്കുക. അതെ, അവിടെ എല്ലാം പിടിക്കും. അതൊക്കെയാണടാ എൻ്റെ ഒരു റിയലൈസേഷൻ. ഇത് ക്യാമറയുടെ പുറത്ത് നമ്മളൊരു സീൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ഈ കൈയും കാലും പോലെ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഒന്നും കിട്ടൂല. നമ്മൾ എന്തെങ്കിലും ചെയ്യും. നമ്മളിപ്പോ വെറുതെ നിൽക്കുന്നു, നമ്മൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതിനു മുമ്പേ നമ്മളൊരു കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ കൈ ഉപയോഗിക്കുക. അപ്പൊ നമ്മളിങ്ങനെ കേട്ടിട്ട് നമ്മളിങ്ങനെ വയ്ക്കുന്നു. ഇതെല്ലാം നമ്മൾ റിയൽ ലൈഫിൽ ഇങ്ങനെ ചെയ്യുമോ? ഇല്ല. നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കും. ചിലപ്പോൾ നമ്മളിങ്ങനെ ചാരി നമ്മൾ നിൽക്കും, ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. നമ്മളിങ്ങനെ കേട്ട് വല്ലപ്പോഴും ഇങ്ങനെ വല്ലതും വന്നാലേ പോവുള്ളൂ. അപ്പൊ ഇതെല്ലാം എന്റെ റിയലൈസേഷനാ. പണ്ട് നമ്മൾ ഇതിന് വേണ്ടി ചെയ്യും. റിയാക്ഷൻ ആണല്ലോ മെയിൻ. ഡയലോഗ് പറയുന്നതിനേക്കാളും നമ്മൾ ഒരാൾ പറയുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. റിയാക്ട് ചെയ്യുമ്പോ ഇത് ഓവറാ, ഇതെനിക്ക് മനസ്സിലായി. നമ്മൾ ഓക്കെ നോക്കാം നമുക്ക് ഇങ്ങനെ നമ്മൾ തലയാട്ടിക്കൊണ്ടിരുന്നാ മതി, അത്രയും മതി. ഇതെല്ലാം എനിക്ക് ഈ ഇന്റർവ്യൂവും ഇവരൊക്കെ ഇപ്പം ഫഹദൊക്കെ ആണെങ്കിലും അർജുൻ അശോകനാണെങ്കിലും ഷർഫുദ്ദീൻ ആണെങ്കിലും ഇവരുടെയൊക്കെ ഓരോ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ഭയങ്കര സട്ടിലായിട്ടാണ് ചെയ്യുന്നത്. സ്റ്റാൻഡപ്പ് ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ അർജുൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവൻ ഇങ്ങനെ ഓരോ ഡയലോഗ് പറയുമ്പോൾ അവൻ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ഞാൻ ഭയങ്കര എഫേർട്ട് എടുത്ത് ഭയങ്കര പരിപാടിയിൽ അതിന്റെ ആവശ്യമില്ല. അഭിനയിക്കുകയാണോ? അതിനകത്ത് അഭിനയിക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല. അന്നത്തെ സമയത്തൊക്കെ ഒരു ക്ലോസ് വന്നാൽ എനിക്ക് കുറച്ചും കൂടെ പേടിയാണ്. ക്ലോസ് കുറച്ചും കൂടെ ഇതാക്കണം. ആ എക്സൈറ്റ്മെന്റ് അല്ലേ എനിക്ക്. ക്ലോസ് എന്ന് പറഞ്ഞ പേടിയാ, പിന്നെ അതെനിക്കിപ്പോ ഒരു എക്സൈറ്റ്മെന്റാ. ക്ലോസ് വെച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ. പിന്നെ എനിക്ക് അങ്ങനെ ഇപ്പം ഒരു ടേക്കിൽ തീർക്കണം അങ്ങനത്തെ ബാഗേജ് ഇല്ലടാ. അതും എനിക്ക് പല ഇന്റർവ്യൂസും കണ്ടാണ് പലരും പറയും ടേക്കിലല്ല കാര്യം. നമ്മളിപ്പം ഡയറക്ടർ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് ഓരോ ടേക്കും പറയുന്നത്. അപ്പം നമ്മൾ അതിൽ ഉടഞ്ഞു പോവാതെ നമ്മൾ കേട്ട് പരിപാടി ചെയ്ത് അൾട്ടിമേറ്റ്ലി ഫൈനൽ ടേക്ക്. പണ്ട് ആക്ടേഴ്സിന് ഒരു റെസ്യൂം ബിൽഡിംഗ് പോലൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഈവൻ സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റാ. അത് നമ്മൾ അഭിനയിക്കാൻ വരുമ്പോഴും ആളുകൾ പറയാം അയാള് സിംഗിൾ ടേക്കിലല്ല. ഇതൊരു ബാഗേജാണ്, ഭയങ്കര ബാഗേജാണ്. ഇതൊരു പ്രഷറാണ് നമുക്ക്. നമ്മളിങ്ങനെ നിന്നിട്ട് പോകുമ്പം ഓക്കെ ഇപ്പൊ നമ്മളൊരു 4 പേരുണ്ട്. ഞാനിപ്പോ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയി. അപ്പൊ ഒരു പറഞ്ഞിട്ട് എടാ അവൻ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആക്കും, നമുക്ക് അവനെ റെഡിയാക്കാം എന്ന് പറയുമ്പോ ബാക്കിയുള്ളവരും അതിന് വേണ്ടിയിട്ട് പ്രഷർ ചെയ്യും. ഫസ്റ്റ് ടേക്ക് അത് പാളും. ഈ പ്രഷർ വന്നാല് പാളും. അതെനിക്ക് ഇത്രയും പടത്തിലല്ല, എനിക്ക് റിബല് തൊട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതും വിജയ് സേതുപതിയുടെ ഇന്റർവ്യൂ, ത്യാഗരാജ കുമാരരാജ സൂപ്പർ ഡീലക്സിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുറെ ടേക്ക് പോയാലും പ്രശ്നം. കുറെ ടേക്ക് അതായത് നമ്മുടെ ഫൈനൽ ടേക്ക് ആയിരിക്കും. അതെ.
അല്ലെ ചിലപ്പോ അതിൽ ഏതെങ്കിലും ഒരു ടേക്ക് ആയിരിക്കും ചിലപ്പോ. ചിലപ്പോൾ പറയാൻ പറ്റില്ല. നമ്മളിപ്പോ 4 ടേക്ക് എടുത്ത് ചിലപ്പോൾ ആദ്യത്തെ ടേക്ക് ആയിരിക്കും ഇവർ ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ ഈ 4 ടേക്ക് ഡയറക്ടറിന്റെ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. പുള്ളിക്കൊരു വിഷൻ ഉണ്ട്, അതിലേക്ക് നമ്മൾ എത്തുകയാണല്ലോ. അപ്പൊ അതിനു വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് എന്തിനാണ് അങ്ങനെ ഒരു പ്രഷർ? ക്യാമറയുടെ ഫ്രണ്ടിൽ ഇത്രയും പ്രഷർ ഇട്ട് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുന്നു, അതേ പ്രഷറോടുകൂടി ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതാ അവസ്ഥ. ഞാൻ ഭയങ്കര റിലാക്സ്ഡ്. ഈ ഇപ്പൊ വെങ്കിക്കറിയാം, ഇപ്പൊ വെങ്കിയുടെ കൂടെ തന്നെ തുടങ്ങുന്ന കുറെ ആക്ടേഴ്സ് EMI ആക്ടേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം പല പല EMIകൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പല പല സിനിമകൾ ചെയ്യുക, പല പല കൊളാബറേഷൻസിന്റെ ഭാഗമായി പോവുക. അത് അവർക്ക് ഉണ്ടാക്കുന്ന ഒരു സന്തോഷമില്ലായ്മയുണ്ട്. കാരണം നമ്മൾ എന്തിനാണോ വന്ന് തുടങ്ങിയത് അത് മാറിയിട്ട് പിന്നെ കംപ്ലീറ്റ്ലി EMIകൾ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് EMI ആക്ടർ ആവണ്ടെന്ന് തീരുമാനിച്ചത് ഘട്ടത്തിലാ. EMI ആക്ടർ ആവണ്ട എന്ന് തീരുമാനിച്ചതെന്ന് വെച്ചാൽ ബ്രോ, എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ല. ക്രെഡിറ്റ് കാർഡ് എനിക്ക് എന്ന് വെച്ചാൽ പേടിയാണ്. എനിക്ക് വല്ലതുമൊക്കെ വാങ്ങിച്ചു കൂട്ടും, അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ സമ്പാദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ EMI ആക്ടർ ആകാത്തത്. ഞാനൊരു സമയത്ത് ഉപയോഗിച്ചുകൊണ്ട് 8 വർഷം ഞാനൊരു ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്, മോട്ടോ G3. അത് പൊളിഞ്ഞിട്ടും റബ്ബർ ഇട്ട്. കാരണം എനിക്കിപ്പോൾ ഫോൺ വേണ്ട. കാരണം എനിക്ക് ഈ പടം ഹിറ്റായ ഞാൻ ഫോൺ വാങ്ങിക്കും, അതാണ്. അല്ലാതെ എൻ്റെ കയ്യിൽ ഇല്ലാതെ ഞാൻ ഒരു സാധനവും ഞാൻ വാങ്ങിച്ചിട്ടുമില്ല. എനിക്ക് വീട്ടിൽ അങ്ങനെ ഒരു ചിലവുമില്ല. ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ നിന്നാണ്, എന്നെ നോക്കുന്നത് വീട്ടുകാരാ, എനിക്ക് ഒരു ചിലവില്ല. കൂട്ടുകാരന്മാരാണെങ്കിൽ അവന്മാരെ വണ്ടിയിൽ കൂടെ പോകും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് വല്ലതും വണ്ടിയിൽ പെട്രോൾ അടിക്കും. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു ബാഗേജ് ഇല്ലായിരുന്നു. എനിക്ക് ദൈവം സഹായിച്ച സിനിമ വരുന്നുണ്ടായിരുന്നടാ എനിക്ക്. പക്ഷെ ഞാൻ ഇതുവരെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള പരിപാടി പടം ഹിറ്റാണോ? അല്ല. പക്ഷെ ഞാൻ അത് ഇഷ്ടപ്പെട്ടെടുത്തതാ. അതിന്റെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, അത് നമ്മുടെ കയ്യിലല്ല. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സാധനം ചെയ്യുമ്പോൾ നമുക്ക് കുറ്റബോധം വരില്ലല്ലോ. എനിക്ക് ആ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടാതെ പൈസയ്ക്ക് വേണ്ടി ചെയ്തിട്ട് എനിക്കത് പണിയായല്ലോ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ ഇഷ്ടപ്പെട്ടാ ചെയ്തത്, പടം വർക്കായില്ല, ഓക്കെ ലെറ്റ്സ് ഇറ്റ് ബി. പക്ഷെ ഞാൻ ലെറ്റ് ഇറ്റ് ബി, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്തതെന്നുള്ള ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ. ചോദിക്കുന്നത് ശരിയാണോന്ന് അറിയില്ല, എന്നാലും ഞാൻ ചോദിച്ചോട്ടെ, റിബലിൽ എന്താണ് വെങ്കി ഇഷ്ടപ്പെട്ട് കണ്ട ഒരു ഫാക്ടർ? റിബലില് എനിക്ക് തമിഴിലൊരു ലോഞ്ച്, അതിന്റെ ഒരു അവസ്ഥ അറിയാലോ, അതിന്റെ ആഫ്റ്റർ റിലീസ് അതിന്റെ അവസ്ഥ അറിയാലോ. അതെ, തമിഴിലൊരു ലോഞ്ച്. ഓക്കെ, സ്റ്റുഡിയോ ഗ്രീൻ പ്രൊഡക്ഷൻ. ഓക്കെ, കഥാപരമായിട്ട് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഓവറോൾ ഇതിന്റെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇത് ഔട്ട് എങ്ങനെ വരും, ഇത് കണ്ടപ്പോ എനിക്ക് മെക്സിക്കൻ അപാരതയാണ് എനിക്ക് ഫസ്റ്റ് എന്റെ മൈൻഡിൽ വന്നത്. എനിക്കും കണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നത്, എടാ മെക്സിക്കൻ അപാരതയുണ്ട്, പക്ഷെ എന്റെ ക്യാരക്ടർ എനിക്ക് ഇതിൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാൻ പറ്റിയാൽ എനിക്ക് തമിഴിൽ വേറെ ആരും ലോഞ്ച് തരൂലടാ. മനസ്സിലായ? അപ്പം എനിക്ക് ആ ക്യാരക്ടർ ഇവനെ ഞാൻ വേറൊരു രീതിയിൽ ചെയ്തു നോക്കാം. അതെനിക്കൊരു ചാലഞ്ച് ആയിരുന്നു. കാരണം ഇത്രയും ഒരു വില്ലൻ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല, സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് അടി വില്ലൻ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ചെയ്തു നോക്കാം. എന്നെ വെട്രിമാരൻ സാറ് വിളിച്ച്, ഞാൻ പുള്ളിയേതാ ഇതുപോലെ ഇരുന്ന് കണ്ട്, റിബലിന്റെ ട്രെയിലറും റിബൽ കണ്ട് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയായിട്ടിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലായ? അപ്പം എനിക്കത് ഗുണമാണ് ഉണ്ടായത്. ഈ റിബൽ ഞാൻ ചെയ്തില്ലായിരുന്നു കിങ്ഡത്തിൽ ഞാൻ വരൂല. ഞാൻ വെളിപാടിന്റെ പുസ്തകം ചെയ്ത് അതിൽ നിന്നാണ് ഞാൻ നായികാനായകനിൽ വരുന്നത്. നായികാനായകന് സ്റ്റാൻഡപ്പ് കിട്ടുന്നു. നായികാനായകനിലെ മൈമ് പഠിപ്പിച്ചെന്ന ആളാണ് സ്റ്റാൻഡപ്പിന്റെ ചീഫ് അസോസിയേറ്റ് കാസ്റ്റിംഗ് ഡയറക്ടറും. അങ്ങനെയാണ് സ്റ്റാൻഡപ്പിൽ ഞാൻ വരുന്നത്. ആ സ്റ്റാൻഡപ്പിന്റെ ഓഡീഷൻ വഴിയാണ് ഞാൻ സ്റ്റാൻഡപ്പിന്റെ പ്രീ റിലീസ് ഇവന്റ് ഓഡിയോ ലോഞ്ച് വഴിയാണ് ഞാൻ പ്രീസ്റ്റിൽ വരുന്നത്. ഈ പ്രീസ്റ്റ് കഴിഞ്ഞ് ഞാൻ കൊക്കോയിൽ വരുന്നു. കൊക്കോ കഴിഞ്ഞ് ഞാൻ ഈ സ്റ്റാൻഡപ്പിന്റെ സെയിം ഓഡിയോ ലോഞ്ച് കാരണമാണ് വേദയിൽ വരുന്നത്. വേദയുടെ ട്രെയിലർ കണ്ടാണ് ഞാൻ റിബലിൽ വരുന്നത്. റിബലിന്റെ ട്രെയിലർ കണ്ടാണ് ഞാൻ കിങ്ഡം വരുന്നത്. ഇതിൽ വെളിപാടിന്റെ പുസ്തകം ഞാൻ മിസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എന്റെ ജേണി വേറെ ഏതെങ്കിലും ആയിപ്പോയാണ്. ബട്ടർഫ്ലൈ എഫക്ട് ലിറ്ററലി അതാണ് എൻ്റെ ഇതിലുണ്ടായത്. എനിക്കിതാണ് തമിഴിലൊരു ലോഞ്ച്, അതിനുശേഷം എനിക്ക് പടങ്ങൾ വന്നു, എനിക്ക് പരിപാടി വന്നു, കിങ്ഡം വന്നു. എനിക്ക് കിങ്ഡത്തിനെ സംബന്ധിച്ചിടത്തോളം ഗൗതം തിന്നൻ ഒരു പടം, ജേഴ്സി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം, വിജയ് ദേവർകൊണ്ട പടം, കിടിലൻ പ്രൊഡക്ഷൻ, കിടിലൻ ടീം. എൻ്റെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ ഞാൻ പരിപാടി ഇന്ന. അപ്പം ഇതാണ് എന്നെ ഈ എക്സൈറ്റ് ചെയ്യിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ടാസ്ക്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ നമ്മൾ പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമുക്കിപ്പോൾ ഒരു പടം പരാജയമോ അല്ലെങ്കിൽ വെൽ റിസീവ്ഡ് അല്ലാന്നോ തോന്നുന്ന പടം ചിലപ്പോൾ പക്ഷെ ഒരു ആക്ടർക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. ഗുണം ചെയ്യും പിന്നെ ഉറപ്പായിട്ടും. കാരണം ഇപ്പം നമ്മള് ഓക്കെ ഇത് എനിക്ക് എന്തെങ്കിലും ഒരെണ്ണം തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇറങ്ങുന്നത്. നമ്മുടെ പെർഫോമൻസ് മോശമായ അത് നമ്മുടെ ഫോൾട്ടാ. ഓക്കെ, പക്ഷെ നമ്മുടെ പെർഫോമൻസ് അറ്റ്ലീസ്റ്റ് ഓക്കെ ആയിട്ട് വന്നാൽ അത് നമുക്ക് എവിടെയെങ്കിലും ഗുണം ചെയ്യും ബ്രോ. അതാണ് ഞാൻ പറഞ്ഞത്. സ്റ്റാൻഡപ്പിൽ ആ സമയത്തുണ്ടായിരുന്ന എൻ്റെ ഒരു ഇമ്മച്യൂരിറ്റി, ആ സമയത്തുണ്ടായിരുന്ന എൻ്റെ ഒരു ഫിയർ, അതെനിക്ക് ആ സമയത്ത് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ കുറച്ചും കൂടെ എനിക്കിവിടെ ലൈവായിട്ട് കുറച്ചും കൂടെ നല്ല നല്ല ടീമുകളുടെ കൂടെ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ പേടി, അത് എൻ്റെ കൂട്ടുകാരന്മാരായിട്ട് ഞാൻ പറഞ്ഞു, അളിയ പേടിക്കേണ്ട ആവശ്യമില്ല. ആരും നമ്മളെ കടിച്ചു വിടും. നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ പൈസയ്ക്കാണ് നമ്മൾ ഡ്രസ്സ് ഇടുന്നത്, നമ്മളെ പൈസയ്ക്കാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ആരെയാണ് നമ്മൾ പേടിക്കേണ്ടത്?
നമ്മൾ ആരെയും നമ്മൾ കള്ളം ചെയ്യുന്നില്ല, നമ്മൾ പേടിക്കില്ല, പേടിച്ച തീർന്ന പോലെ. ഈ മുരുകേശന്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന ഒരു വോയിസ് ഓവറിൽ പറയുന്നത് അയാളൊരു ബോർഡർ ലൈൻ സൈക്കോപാത്ത് ആണെന്നാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കുണ്ടായിരുന്ന ഒരു തോന്നൽ ഫസ്റ്റ് തോട്ടെന്ന് വെച്ചാൽ അതിന് കുറേ മുമ്പ് ഈ പല ഭാഷയിൽ നിന്ന് പല ആക്ടേഴ്സ് വരുന്ന പാൻ ഇന്ത്യൻ സിനിമകളിലൊക്കെ തന്നെയും ഇങ്ങനെ ഒരു സൈക്കോപാത്ത് കഥാപാത്രം ഉണ്ടാവും. അത് ഇങ്ങനെ തക്കാളി ലോറി മറിഞ്ഞതുപോലെ തന്നെ കുറേ സൈക്കോപാത്തുകൾ വന്നിട്ട് സൈക്കോപാത്തുകൾ പറഞ്ഞ് ഇങ്ങനെയായിരിക്കും. ഇത് എൻ്റെ അറിവിൽ ഇത് തുടങ്ങുന്നത് നമ്മുടെ സ്പൈഡറിൽ എസ് ജെ തുടങ്ങിയ തൊട്ട് വേണം. അവർക്കെല്ലാം ഏകദേശം ഒരേ ആക്ഷൻസും ഒരേ ഇമോഷനും ഇത് കണ്ട് 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 ഒരു ഏറെക്കുറെ മടുപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ആയിരിക്കും. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും അപ്പോഴാണ് കാണുന്നത്. പക്ഷെ ഇയാളുടെ സൈക്കോ തരം ഇരിക്കുന്നത് തോട്ട് പ്രോസസ് സൂത്രങ്ങളുണ്ട്. അതായത് ഒരാൾ ഒരു കാര്യം ചെയ്യുന്നതിന്റെ പേരിൽ വേറെ ഭയങ്കര വലിയൊരു ലാർജ് പ്ലാൻ ഉണ്ടാവുക, അങ്ങനത്തെ കൈൻഡ് ഓഫ് ജോക്കറിനൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ചില പ്ലാനുകൾ. അയാൾ ചെറിയൊരു പെൻസിലാണ് ഒളിപ്പിക്കാൻ വേണ്ടി ട്രിക്ക് കാണിക്കുകയാണെങ്കിൽ അത് കാണിക്കുന്ന അയാളുടെ ഒരു വയലൻസ് ആണല്ലോ. അതുപോലെ ഈ മുരുകേശന് ഇപ്പൊ കുറച്ചാൾക്കാർ ഇൻവൈറ്റ് ചെയ്തേക്കാം, ആ ഇൻവിറ്റേഷന്റെ മുന്നിൽ ഭയങ്കര വലിയൊരു പ്ലാൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട സൈക്കോ തരം. ഈ സൈക്കോ ആണ് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോ വെങ്കിക്ക് എന്താ തോന്നിയത്? എന്റെ അടുത്ത് അങ്ങനെ സൈക്കോ എന്ന് പറഞ്ഞിട്ടില്ല. ഈ ബോർഡർ ലൈൻ സൈക്കോപാത്ത് ഞാൻ അറിയണത് സിനിമ കാണുമ്പോഴാ. അതിലെയോ എന്നെ പറ്റി ബോർഡർ ലൈൻ സൈക്കോപാത്ത്, എന്താണ് ഈ ബോർഡർ ലൈൻ സൈക്കോപാത്തിന്റെ മീനിങ് എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഈ പടം ചെയ്തപ്പം ഇവൻ, ഞാൻ പറഞ്ഞില്ലേ സാർ എന്റെ അടുത്ത് പറഞ്ഞത് നീ ഹീറോ ആണ്, യു ആർ ദ ഹീറോ, നീ അത്രയും ജെനുവിനാണ് നിന്റെ കാര്യത്തിൽ എല്ലാത്തിലും, ഇവരാണ് നിന്നെ ചീറ്റ് ചെയ്യാൻ നോക്കുന്നത്, ഓക്കെ നീ സസ്പീഷ്യസ് ആണ്, അപ്പം നീ നിന്റെ ഡീലിംഗ് ഹീറോ തരമായിരിക്കണം, നിന്റെ പരിപാടി ഹീറോ തരമായിരിക്കണം. റിബല് ചെയ്യുമ്പം എന്താന്ന് വെച്ചാൽ റിബലില് പല സംഭവങ്ങളിൽ ഞാൻ ചുമ്മാ അനാവശ്യമായിട്ട് ഓടുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ മണ്ടനായ ഒരു വില്ലനാണ് ബേസിക്കലി. അതായത് എടുത്തുചാട്ടക്കാരനാണ്. അത് ചെയ്യുന്ന ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ മുരുകൻ ഇതിന്റെ ഭവിഷ്യത്ത് അറിയാം, മുരുകൻ വ്യക്തമായിട്ട് അറിയാം. ഒരുത്തനെ കൊന്നപ്പോ പോലും ഇവൻ പറയുന്നുണ്ട് അച്ഛൻ എന്നെ ഇന്ന് പണിയും, ഇവൻ എന്ത് ചെയ്താൽ എന്ത് വർക്കൗട്ട് ആവും എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. ഡയറക്ടർ സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബുദ്ധിമാനാണ് ഇവന്റെ മൈൻഡിൽ എന്താ പരിപാടി എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം. അതാണ് ഇത്രയും പേരെ ഇവൻ കൺവിൻസ് ചെയ്തിട്ട് അങ്ങനെ ഒരു പരിപാടി ഇവൻ അപ്രോച്ച് ചെയ്യുന്നത്. ഈ പരിപാടി ഇവിടെ നടത്തണമെന്നുള്ള ഇവന്റെ പണ്ടത്തിട്ടുള്ള ഒരു പ്ലാനാണ്. ആ മറ്റേവനെ ടാർഗറ്റ് ചെയ്യുന്നത് ഇവന്റെ മുമ്പത്തെ പ്ലാനാണ്. കാരണം അവന്റെ അടുത്താണ് അച്ഛൻ എക്സ്ട്രാ കെയർ കൊടുക്കുന്നത്. അപ്പൊ അത് അവന് ഇഷ്ടമില്ല, പൊസസീവ് ആവാൻ. അപ്പൊ അവിടെ ഇവനാണ് വരേണ്ടത്, ഇവനാണ് ആ പരിപാടി ചെയ്യേണ്ടത്. അത്രയും ആഗ്രഹത്തോടെ ഇവൻ സൂപ്പറായിട്ട് ചെയ്യും. ഇവൻ അത് കൊടുത്താലും സൂപ്പറായിട്ട് ഇവൻ ചെയ്യും, എല്ലാം നോക്കി അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവൻ ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു സാധനമാണ്. അല്ലാതെ എനിക്കൊരു സൈക്കോപാത്തോ അല്ലെങ്കിൽ ഒരു സൈക്കോയാണ് ഇവ ഇങ്ങനെ ചിരിക്കണം എന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ച് ചിരിച്ചിട്ടുമില്ല. അത് അവസാനം ആ കോടാലി കൊണ്ട് ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ചിന്ത എൻ്റെ ഇല്ല. അതായത് നീയൊക്കെ എന്നെ പറ്റിച്ചിട്ട് നീ എവിടെ പോണ്, ഞാൻ ഹീറോയാണ്, നീ ഒന്നും പോണ്ടടാ എന്നുള്ള രീതിയാണ് എൻ്റെ മൈൻഡ് മൊത്തം ഞാൻ നിന്നത്. ഈ കോടാലി കൊണ്ടുള്ള ഇരിപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ട് ഈ യങ്ങായിട്ടുള്ള ബഡ്ഡിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സിന് മീൻസ് അങ്ങനെ ഇപ്പൊ ബ്ലഡ് ബാത്തിൽ ഒരു സോഡൊക്കെ പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു മൊമെന്റ് ആളുകൾക്ക്. കാരണം നമ്മളങ്ങനത്തെ സിനിമ കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പൊ വിക്രമരോട് കാണുന്നു, നമ്മള് ബാഹുബലി കാണുന്നു, നമ്മളതിലൊക്കെ ഇങ്ങനെ അങ്ങനത്തെ ഇരിപ്പുകളുണ്ടല്ലോ ഈ വെപ്പൺസ് പിടിച്ചിട്ട്. ഭയങ്കര ഒരു അഡ്രനാലിൻ റഷ് കിട്ടിയിരുന്നു സ്വയം അത് ചെയ്യുന്ന സമയത്ത്? ഇല്ല, എന്റെ അഡ്രനാലിൻ റഷ് എനിക്ക് ആ മിറർ സീക്വൻസ് ആയിരുന്നു. ഓക്കെ, ഇത് ചെയ്യുമ്പോ എനിക്ക് അറിഞ്ഞൂടാ ഏതാണ് ആംഗിള്, എത്ര വരും, ഞാൻ കണ്ടിട്ടില്ല ക്യാമറയില്, മോണിറ്ററിൽ ഞാൻ നോക്കിയിട്ടില്ല. കാരണം ബ്ലഡിൽ ഇരിക്കില്ല, എനിക്ക് നടക്കാൻ പറ്റില്ല ബ്രോ, കാല് മൊത്തം ബ്ലഡാ വഴുക്കുന്നു ഞാൻ. അപ്പം ഈ സീന് വന്നു, ഞാൻ വച്ചു, ഞാൻ ഇങ്ങനെ നാക്ക് വെച്ചിട്ട് ഒരു പരിപാടി ചെയ്തു, ഇത്ര എനിക്ക് അറിയാളൂ. ഡബ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ സാധനം കാണുന്നത്. പടം ഷൂട്ട് ചെയ്തപ്പം ADs എൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് ഡയറക്ടർ പടം കണ്ടിട്ട് സാറ് പറഞ്ഞു, സാറിന് ഓരോ സിനിമയിലും ഓരോ ഫേവറേറ്റ് ഷോട്ട് ഉണ്ടാവും, പക്ഷേ ഈ സിനിമയിൽ മുരുകൻ്റെ ആ ഇരുത്തമാണ് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷെ സാർ എൻ്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല, സാറൊരു ഇൻട്രോവേർട്ടാ. സാർ എൻ്റെ അടുത്ത് അങ്ങനത്തെ കാര്യങ്ങളോ ആരെ പറ്റിയോ സാർ ഒന്നും പറയില്ല. ADsന്റെ ഇടയിലുണ്ടായ ഡിസ്കഷനാണ്. അപ്പം ഞാനിത് ഡബ് ചെയ്യുന്ന സമയത്ത് കണ്ടപ്പോൾ എടാ ഇത്രയും ക്ലോസ് ആയിരുന്നാടാ, നമുക്ക് ഈ ഏത് ലെൻസ് ആ ആംഗിളൊന്നും അറിഞ്ഞൂടാ ബ്രോ. അപ്പോൾ ഇത്രയും ക്ലോസ് ആയിരുന്നു, സൂപ്പറാ. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു തിയേറ്ററിൽ. അപ്പോൾ എൻ്റെ പേടി ഇത് വല്ലതും കട്ടായി പോവോ സെൻസർ കാരണം. കാരണം സെൻസർ കാരണം ഞാൻ കുറച്ച് പരിപാടിയും കൂടെ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, കോടാലി കൊണ്ട്, അതെല്ലാം കട്ടായിപ്പോയി. പക്ഷെ ഇനി വീണ്ടും സെൻസർ കാരണം ഇത് കട്ടാവോ, ഇത്രയും ഒരു സാധനം പേടിയുണ്ടായിരുന്നു. പക്ഷെ തിയേറ്ററിൽ വന്നപ്പോൾ ഹാപ്പി. കയ്യടി എനിക്ക് ഇവിടെയും കിട്ടിയടാ. കേരളത്തിൽ എനിക്ക് അമ്മ കണ്ടപ്പോൾ എനിക്ക് കയ്യടി കിട്ടി, തെലുങ്കിലും എൻ്റെ ഇൻട്രൊഡക്ഷനും കിട്ടി, ഈ ഇരുത്തത്തിലും.
ഇരുത്തത്തിൽ വരുമ്പോഴത്തേക്കും എല്ലാവരും കൈയടിച്ചു. കാരണം അത്രയും ക്ലോസപ്പ് ആണല്ലോ, 70mm സ്ക്രീനിൽ ഞാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേടാ. ഇതേ സീക്വൻസ് ആണ് എൻ്റെ ട്രെയിലറിൽ ഇടുന്നത്. ആ അപ്പം എനിക്ക് അത് കണ്ടതായിരുന്നു എൻ്റെ ഹൈ. ചെയ്തപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല ഇങ്ങനെയാണ് വരണത് അങ്ങനെയാണ് വരണതെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ഇതേപോലെ നമ്മളിങ്ങനെ ബ്രീത്ത് ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോഴേ കുനിഞ്ഞിട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് തല കുത്തനെ നിന്ന് ബ്രീത്ത് പിടിച്ച് അപ്പൊ കണ്ണ് ചുവക്കും. കണ്ണ് അങ്ങനെയാണ് നമുക്ക് ചുവക്കുന്നത്. ഓക്കെ, നമ്മൾ ഗ്ലിസറിൻ ഇട്ടാ ബ്ലിങ്ക് ചെയ്യേണ്ടി വരും. ആ ഷോട്ട് കുറച്ചും കൂടെ ലെങ്ത് ഉണ്ട്, ഞാൻ ബ്ലിങ്കേ ചെയ്തിട്ടില്ല കണ്ണ്. അപ്പം ഇതേപോലെ തലകുത്തനെ നിന്നിട്ട് നമ്മൾ ഇറങ്ങി ഷോട്ടിന്റെ സമയമാകുമ്പോൾ വീണ്ടും നമ്മളിങ്ങനെ കുനിഞ്ഞ് ബ്രീത്ത് ഇങ്ങനെ പിടിച്ചു വയ്ക്കും. എന്നിട്ട് ഇങ്ങനെ വിടുമ്പോൾ നമ്മളെ കണ്ണ് ചോക്കും. ഇതൊരു ട്രിക്കാ. അവിടത്തെ ഒരാൾ ചെയ്യുന്നത് കണ്ട് അവിടെ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ഇത് എന്താ പരിപാടി എന്ന് ചോദിച്ച് ഞാൻ മനസ്സിലാക്കി അറിഞ്ഞതാ. അടിപൊളി. അതെ അതെ. ഇതില് ഇടയ്ക്കിടയ്ക്ക് ഈ അച്ഛനോടുള്ള അഡ്മിറേഷൻ അല്ലെങ്കിൽ അച്ഛനോടുള്ള ഈ ഒരു കൈൻഡ് ഓഫ് അടിമത്തവും കാണിക്കുന്നുണ്ടല്ലോ. ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പുള്ളിയുടെ അസിസ്റ്റന്റിന്റെ കഴുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് പറയണ എൻ്റെ ഹീറോ ആണ് അയാൾ എന്ന് പറയുന്നത്. അതിനകത്ത് കുറേ കോംപ്ലക്സ് മൾട്ടിലൈഡ് ഇമോഷൻ ഉണ്ട് മുരുകേശന്. കാരണം ഒരു പുതിയ തുടക്കമാണ്, ആ തുടക്കം എങ്ങനെ തുടങ്ങുന്നതെന്ന് നമുക്കറിയാം. അയാൾക്ക് അച്ഛനോട് അത്രയും ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇഷ്ടത്തിനപ്പുറത്തൊരു ഭയങ്കര ആരാധനയുണ്ട്. ഇപ്പൊ അനിമലിലെ രൺബീർ കപൂറിനൊക്കെ ഉള്ള പോലത്തെ ഒരു കൈൻഡ് ഓഫ് സാധനം അച്ഛൻ്റെ അടുത്ത്. ആ ഡയലോഗ് പറയുന്ന ഒരു സമയത്ത് ഉള്ളിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങളുണ്ടല്ലോ, ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ആ സീൻ ആക്ച്വലി നമ്മൾ പുലർച്ചെ നമ്മൾ ഒരു അർദ്ധരാത്രി 1 മണിക്ക് 2 മണിക്ക് ഷൂട്ട് ചെയ്യുന്ന സ്വിമ്മിംഗ് പൂള് വിറക്കിയ ഞാൻ അൾട്ടിമേറ്റ്ലി വിറക്കിയ. ആ ഡയലോഗ് ഇത്രയല്ല ഇനിയും ഉണ്ടായിരുന്ന. എനിക്കതൊരു എൻ്റെതൊരു 40 സെക്കൻഡ് ഡയലോഗ് ഇങ്ങനെ ഇനിയുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പം ഡയലോഗ് അവസാനം ഹീറോ ആണെന്നൊന്നും ഇല്ല. അപ്പം ഞാനാണ് ഇങ്ങനെ സാറിൻ്റെ അടുത്ത് സാർ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു, എനിക്ക് അച്ഛൻ്റെ പേരൊന്ന് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ സാർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്നാ ഒന്ന് അച്ഛന്റെ പേരും പറഞ്ഞിട്ട് നമുക്ക് ഹീറോ ആണെന്നുള്ളൊരു സാധനം ആഡ് ചെയ്യാം. അപ്പം ആ സീക്വൻസ് ആദ്യം ഞാൻ കുറച്ച് ലൗഡായിട്ടാണ് ചെയ്തത്. ലൗഡായിട്ട് ചെയ്തപ്പോഴത്തേക്കും സാറ് പറഞ്ഞു ഇത് ഇത്ര ലൗഡ് ആവണ്ട. അപ്പൊ എനിക്ക് പരിപാടി മനസ്സിലായി. അപ്പൊ ഇതിനകത്ത് ഞാൻ ഒരു എക്സ്പ്രഷനും പുറത്ത് വിടുന്നില്ല. അപ്പം എന്റെ ക്യാരക്ടറൈസേഷൻ എനിക്ക് ആദ്യമേ ഡയറക്ടർ സാർ എനിക്ക് പറഞ്ഞു തന്നെ എന്താന്ന് വെച്ചാൽ, എടാ ഇവന്റെ ഇമോഷൻ എല്ലാം അകത്താ, ഇവൻ കരയുന്നത് ഇവന് മാത്രമേ അറിയാവുള്ളൂ. ഇവൻ ചില കരയും ചിരിക്കും, ഇതെല്ലാം ഇവന്റെ ഉള്ളിൽ ഭയങ്കര ഒരു അമർഷം, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ കൊടുക്കുന്ന പരിഗണന ഇവന് കിട്ടുന്നില്ല. അപ്പൊ ഈ എല്ലാ സാധനവും ഉണ്ട്. പക്ഷെ ഇവന് അച്ഛൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു ചെറിയ ഇപ്പൊ അച്ഛൻ എന്നെ അടിക്കുന്ന ഒരു സീക്വൻസിലാണെങ്കിലും ഒന്നുമില്ല, അച്ഛൻ ടവൽ എടുക്കുമ്പോൾ ഞാൻ ഇന്ന് ടവൽ എടുത്ത് കൊടുക്കും. അപ്പം അങ്ങനത്തെ ചില 1-2 സീക്വൻസ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം അത് ഇങ്ങനെ ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂവിൽ ഒരാളെ കൂടെ ചോദിച്ചിട്ടുണ്ട്, അതിനുശേഷം നീ ഞാൻ ചോദിക്കുന്നത്. അപ്പം അത് കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ അവൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് ഹീറോ ആണെന്ന് പറയുന്ന സീനാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ കുഴപ്പമില്ലാതെ പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ അടുത്തുള്ള ഒരു അഡ്മിറേഷൻ അതിനകത്തുണ്ട്, വിഷമമുണ്ട്, എല്ലാം. എനിക്കും അൾട്ടിമേറ്റ്ലി ഇത് ഗൗതം സാറാണ്. ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊരു പരിപാടി ഇല്ല. ഗൗതം സാറും പുള്ളിയുടെ ഫ്രീഡമാണ്. ഞാൻ ആ സമയം ചെയ്യുമ്പം ക്യാമറ സത്യം പറഞ്ഞാൽ ഇവിടെയായിരുന്നു. അപ്പം ഇവര് നേരത്തെ റിഹേഴ്സൽ ചെയ്ത് ഇങ്ങനെയായിരുന്നു ഞാൻ പിടിക്കുന്നത്. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ട്, ഞാൻ ഇങ്ങനെ തന്നെ പിടിക്കാം, കാരണം എനിക്കിതാ വാക്ക്. പുള്ളി ക്യാമറ മാറ്റി, അവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ വെച്ചിട്ട് ലൈറ്റ് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. കാരണം ആക്ടേഴ്സിനെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു ഡയറക്ടറാണ് പുള്ളി. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. മുമ്പത്തെ സിനിമകളിൽ എങ്ങനെയാന്ന് വെച്ചാൽ, എടാ എനിക്കിങ്ങനെ തോന്നുന്നു, ഞാൻ പറയൂല, ഞാൻ മനസ്സിൽ വെച്ചേക്കും. കാരണം പറഞ്ഞ തെറ്റാവോ നമ്മളെ ഉള്ളിലെ സാധനം. അപ്പൊ അതെന്നെ ഭയങ്കരമായിട്ട് എന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ കരിയറിൽ. അപ്പൊ അതെടുത്ത് മാറ്റുക. നമ്മുടെ ഡയറക്ടറിനോട് നമ്മളൊരു ഡൗട്ട് ചോദിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ എനിക്കിതാണ് ഒന്ന് ഇത് നോക്കാം, ഡയറക്ടർ പറയും വേണ്ട മറ്റേതിനെ മതി നോക്കിയേ, ചോദിച്ച ഒരു സന്തോഷമെങ്കിലും നമുക്ക് ഉണ്ടാവില്ല ബ്രോ. അപ്പം എപ്പോഴും ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് നമ്മൾ ഇനിയിപ്പോൾ ഒരു പടം ചെയ്യണം, നമ്മൾ ഒരിക്കലും ഒരു കൺഫ്യൂഷന്റെ ബേസിസിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കരുത്, കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ഫുൾ ക്ലാരിറ്റി ഇതാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടി, ഇങ്ങനെയായിരിക്കും എൻ്റെ ചിന്ത എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കുംടാ. എനിക്ക് ഈ പടത്തിൽ മൊത്തം അങ്ങനെയായിരുന്നു. എൻ്റെ ഡൗട്ടുകളെല്ലാം ഞാൻ ക്ലിയർ ചെയ്താണ്. കൺവിക്ഷൻ ഉണ്ട്, നന്നായിട്ട് അറിയാം എന്താ ചെയ്യണേന്ന്. ഞാൻ ചോദിച്ചാ പോയത്. എൻ്റെതായിട്ടുള്ള സജഷൻ ഞാൻ ചോദിക്കും, സാറ് പറയും, ചിലപ്പോൾ പറയും എടാ വേണ്ട, ഓക്കെ സാർ. പക്ഷെ സാറിന്റെ പെർമിഷനോടെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ഡൗട്ടിന്റെ പുറത്തും ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടില്ലായിരുന്നു. ഈ 9 വർഷത്തെ കണക്കുണ്ടല്ലോ, ഈ 9 വർഷത്തിൽ ആദ്യത്തെ 1-2 വർഷങ്ങളിൽ നമുക്കതൊരു എൻജോയ്മെൻ്റ് ഉണ്ടാവും, ഒരു ഫണ്ണുണ്ടായിരിക്കും.
പിന്നെ അതൊരു 2-3 വർഷം കൂടി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള കണ്ടംപററീസ് സെറ്റിൽ ആകുമ്പോൾ ഉണ്ടാവുന്നൊരു വിഷമമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്ക് കിട്ടുന്നു. പിന്നെ ബ്രേക്ക് കിട്ടാത്ത, അതായത് ഓഫർ കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ, ഈ മരുഭൂമിയിലെ മഴ പോലെ എപ്പോഴെങ്കിലും ഒരു സിനിമ വരുന്നൊരു അവസ്ഥയുണ്ടല്ലോ. അത് വളരെ ടഫാണ്. കാരണം വൺസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ആവുകയും ചെയ്തു, എന്നാൽ അവസരം കിട്ടുന്നുമില്ല. ഈ നിലനിന്ന് പോകുന്നതിന്റെ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, കിങ്ഡം വരെയുള്ളത്. അത് എങ്ങനെയാ കടന്നുപോയത്? നീ പറഞ്ഞ പോലെ കറക്റ്റ് അതാ. അതായത് ആദ്യത്തെ 2 കൊല്ലം ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആയിട്ടാണെങ്കിൽ പോലും ഭയങ്കര എക്സൈറ്റ്മെന്റ് നമ്മുടെ ഉള്ളിലുണ്ട്, മനസ്സിലായല്ലോ. പിന്നെ പതുക്കെ നമുക്കൊരു ഇത് കിട്ടും. ഇപ്പൊ നായികൻ വന്നു, നായകൻ വന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു ഇത് നമുക്ക് കിട്ടി, റെക്കഗ്നിഷൻ കിട്ടി, ആൾക്കാർ ഫോട്ടോ എടുത്തു തുടങ്ങി. അപ്പൊ നമ്മളെ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, നമ്മള് ഓക്കെ നമ്മൾ വേറൊരു രീതിയിൽ നമ്മൾ ലോഞ്ച് ആകും, വേറൊരു രീതിയിൽ വരും. അപ്പം ഉണ്ടായ സിനിമകൾ നടന്നില്ല. അപ്പൊ വീണ്ടും ഞാൻ ഒന്നേന്ന് തുടങ്ങണം. ഇതിന്റെ മേളിലുള്ള ഏറ്റവും വലിയ ബാഗേജ് എന്താന്ന് വെച്ചാൽ വീട്ടുകാരെ നമുക്ക് നോക്കണം. അപ്പം നമുക്കൊരു ജോലി, നമുക്ക് സമ്പാദ്യം, ഇതെല്ലാമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ബാഗേജ്. അപ്പം ഇതാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങുന്ന. ഓരോ സിനിമ ഡ്രോപ്പ് ആകുമ്പോഴും കരഞ്ഞിട്ട് വരെ ഉണ്ട്. അപ്പം ഇതെല്ലാം ഇത് കാരണമാണ്. ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റണില്ല വീട്ടില്, കൂട്ടുകാരന്മാരെല്ലാം സെറ്റിൽ ആവുന്നുണ്ട്. അപ്പം നമുക്ക് സിനിമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ സ്റ്റിൽ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു 2 കൊല്ലം കൊറോണ കൊണ്ടുപോയി, വേറൊന്നും ചെയ്യാനും പറ്റിയില്ല. അപ്പം വീട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു പ്രഷർ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ സിനിമയിൽ നിന്നത്. വീട്ടിൽ നിന്നൊന്നും ഇല്ലായിരുന്നു, വീട്ടിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ എനിക്ക് എൻ്റെ അറിവിൽ ഒരു 27-28 വയസ്സ് വരെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് അമ്മയും അച്ഛനും തരുന്നതാണ് എൻ്റെ പൈസ. എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ പോകുമ്പോൾ പോലും ഇവർ തരുന്നതാണ് എൻ്റെ പൈസ. അപ്പം എനിക്കതിലൊരു പ്രശ്നവും ഇല്ല. കാരണം ഇവരെനിക്ക് തരുന്നത് ഞാൻ അവർക്ക് കൊടുക്കുന്നത് അച്ഛനും മോനും അല്ലേ, വേറെ ആരെങ്കിലും പൈസ ഒന്നും അല്ലല്ലോ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത്. ഒരു പോയിന്റിൽ മറ്റുള്ളവരിങ്ങനെ ഹിറ്റടിക്കുന്നു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയ എല്ലാം ഡിലീറ്റ് ചെയ്ത് 1 മാസം ഉപയോഗിക്കാൻ ഞാൻ ഇരുന്നിട്ടുണ്ട്. കാരണം മെന്റലി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഒരു പോയിന്റിൽ. പിന്നെ ഞാൻ പൊതുവെ എല്ലാവരും ഇന്റർവ്യൂസും ഓഡിയോ ലോഞ്ചൊക്കെ കാണുന്നത്. അപ്പം ധനുഷ് ഒരു പരിപാടി പറയും, അതായത് മറ്റുള്ളവ ഓടണുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ ഓടണുണ്ടോ നീ അത് നോക്ക് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആലോചിക്കുമ്പോൾ ശരിയാടാ. അന്ന് എനിക്കിപ്പോൾ സിനിമകൾ കുറവാണെങ്കിൽ പോലും നായികൻ കഴിഞ്ഞിട്ട് 4 പേരെന്നെ കാണുമ്പോൾ ചേട്ടാ നായികനായകനിൽ വെങ്കിച്ചേട്ടൻ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ ആ സ്ഥാനത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പുറത്ത്, ഡെഫിനറ്റ്ലി ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആ സ്ഥാനം ഞാൻ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നെ എന്താ എക്സ്പെക്ട് ചെയ്യണത്? ഞാൻ എന്താ മമ്മൂക്കെ പോലെ ഒരു സംഭവമാണോ എക്സ്പെക്ട് ചെയ്യണത്? ആഗ്രഹമാണത്. പക്ഷെ ഈ ഇരിക്കുന്ന സാധനം, ഇതല്ല, ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് അല്ല, എനിക്കൊരു 1 ലക്ഷം, ഇനി 1 മില്യൺ ഫോളോവേഴ്സ് വേണം. എനിക്കിപ്പോൾ ഉള്ള ഫോളോവേഴ്സിൽ ഞാൻ ഹാപ്പിയാ. അതല്ലാതെ പക്ഷെ ഇപ്പം 100 ഉള്ളൂ കേട്ടാ, 1 മില്യൺ വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം മൊത്തം എനിക്കിതാ വിഷമിക്കാനും സങ്കടപ്പെടേണ്ടേ വരുള്ളൂ. പക്ഷെ എനിക്ക് ഈ ഒരു ഒറ്റ ഓഡിയോ ലോഞ്ച് ആണെന്ന് എന്നെ ഓക്കെ ഇങ്ങനെ എന്തിനാലോചിക്കുന്നത്? ഞാൻ ഇരിക്കുന്ന സ്ഥലം, ഞാൻ ഓടുന്നുണ്ടോ? പടമുണ്ട്, വർഷത്തിലൊരിക്കലേ ഉള്ളൂ, അല്ലെങ്കിൽ 1.5 വർഷത്തിലൊരിക്കലേ ഉള്ളൂ, പടം ഞാൻ ചെയ്യുന്നുണ്ട്. വഴി പോകുമ്പോൾ ആൾക്കാർ എൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്, വെങ്കിച്ചേട്ടനല്ലേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എൻ്റെ വീട്ടുകാരെ ഹാപ്പിയാണ്. അപ്പം ഇത് ഞാൻ എൻജോയ് ചെയ്തില്ലെങ്കിൽ എടാ ഞാൻ ഇതിനോട് ചെയ്യുന്ന ഒരു ഭയങ്കര അനീതിയായിപ്പോ. ഇത്രയും നിനക്ക് കിട്ടിയിട്ടും നിനക്ക് ഇതുപോലും വേണ്ടാത്ത ഒരു അമിത അത്യാഗ്രഹം എന്നൊക്കെ നമ്മൾ പറയൂലേ, ആ ഒരു സംഭവമായിപ്പോ. അത് വൺസ് എനിക്കത് റിയലൈസേഷൻ കിട്ടിയതിനു ശേഷം എനിക്ക് അങ്ങനത്തെ കൂടെ ഉള്ളവരുടെ പടം ഹിറ്റായി സന്തോഷം, എന്റെ പടം എന്തെങ്കിലും ഹിറ്റാവും. ഞാൻ ഓടുന്നുണ്ട്, എനിക്ക് പടങ്ങളുണ്ട്, ഞാൻ പടം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം എന്താ കിങ്ഡം, എനിക്ക് ഇത്രയും കോള് വരുന്നു, സ്ക്രിപ്റ്റ് വരുന്നു, ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇനി ഇത് വേണം. പക്ഷെ ഇപ്പൊ ഇരിക്കുന്ന ഇതിൽ ഞാൻ ഹാപ്പിയാണ്. ഇനി എന്തെങ്കിലും ഒരു കിടിലം പരിപാടി എനിക്ക് വരും, ഞാൻ ചെയ്യും, അടുത്തടുത്ത ലെവലിൽ പോകും. ഇതേപോലത്തെ ചെറിയ കാര്യങ്ങളിൽ വരെയും എക്സൈറ്റ്മെന്റ് എനിക്ക് ജീവിതകാലം മൊത്തം കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് പൊളിഞ്ഞു പോകാതെ നോക്കണം എന്നുള്ളതാണ്.